സംഘർഷവേദിയായി സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം. ഗേറ്റ് തള്ളി തുറന്ന വിമത വിഭാഗം ബിഷപ്സ് ഹൌസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. പോലീസ് തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ്. പ്രതിഷേധക്കാരെ ജില്ലാ ഭരണകൂടം ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, നിലവിൽ ആ ചർച്ച, ഈ വൈദികരും സഭാ നേതൃത്വവുമായുള്ള ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചയിൽ എന്തെങ്കിലും അനുഗുണമായ തീരുമാനം ഉരുത്തിരിയുന്നുണ്ടോ? ഗോകുൽ, നിലവിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ പിന്നിടുന്നു. ADM-ഉം അതോടൊപ്പം DCP-യും ഈ വൈദിക സംരക്ഷണ സമിതിയുടെ ആളുകളും ഒപ്പം അൽമായ മുന്നേറ്റത്തിന്റെ ആളുകളും എല്ലാമാണ് ചർച്ച നടത്തുന്നത്. വൈദിക സംരക്ഷണ സമിതിയും അൽമായ മുന്നേറ്റവും ആവശ്യപ്പെടുന്നത് ബിഷപ്പ് ഹൗസിനകത്ത് കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ ഈ 21 വൈദികർ പ്രാർത്ഥനാ യജ്ഞം നടത്തിയത് അത് തുടരാൻ അവരെ അനുവദിക്കണം, ബിഷപ്പ് ഹൗസിനകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ്. എന്നാൽ പോലീസ് സ്വീകരിക്കുന്ന നിലപാട്, ഇപ്പോൾ ഈ സിനഡ് പൂർത്തിയായിട്ടുണ്ട്. സിനഡ് പൂർത്തിയായ ശേഷം ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഈ ബിഷപ്പ് ഹൗസിലേക്കാണ് എത്തുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷ മാനിച്ച് ഞങ്ങൾ ഇവരെ ഇവിടെ നിന്ന് മാറ്റി, സംഘർഷ സാധ്യതയും അതോടൊപ്പം പ്രതിഷേധങ്ങളൊക്കെ മാനിച്ച് ഇവരെ പുറത്തേക്ക് ഇറക്കി എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ആ പുറത്തേക്ക് ഇറക്കിയത് അത് സമവായത്തിലൂടെയല്ല, മറിച്ച് ബലം പ്രയോഗിച്ച് അവർക്ക് പരിക്കേൽക്കം ഏൽക്കുന്ന സാഹചര്യത്തിലുണ്ടായി. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഏകപക്ഷീയമായ നിലപാടുണ്ടായി എന്നെല്ലാം പറഞ്ഞാണ് ഇന്ന് രാവിലെ പ്രതിഷേധം ആരംഭിച്ചത്. ഇപ്പോൾ ബിഷപ്പ് ഹൗസിന് മുൻപിൽ ആ വിശ്വാസികളും വൈദികരുമെല്ലാം തമ്പടിച്ച് നിൽക്കുകയാണ്. ഈ ചർച്ചയുടെ തീരുമാനം എന്ത് എന്നറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നേരത്തെ ഈ ഗേറ്റ് അടക്കം തള്ളി പൊളിക്കാനുള്ള അല്ലെങ്കിൽ വലിച്ചു തുറക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഗേറ്റിന്റെ ഒരു ഭാഗം അടർന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചർച്ചയിൽ ഉണ്ടാകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ പ്രതിഷേധം വേണമോ അതല്ലെങ്കിൽ സമവായത്തിലേക്ക് എത്തണമോ എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനമെടുക്കുക. അവർ ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെയും പറയുന്നത് ഈ 21 വൈദികരും ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണം. അതല്ല എങ്കിൽ ഈ പ്രതിഷേധം അവസാനിക്കില്ല, അത് തുടരും. അതിപ്പോൾ ബിഷപ്പ് ഹൗസിനകത്ത് അനുവദിച്ചില്ലെങ്കിൽ ബസലിക്കയിലും അതോടൊപ്പം തന്നെ ഈ വഴിയിലും തെരുവിലേക്കും ഇറങ്ങി പ്രതിഷേധിക്കും എന്നാണ് അവർ പറയുന്നത്. മുൻപും സമാനമായ രീതിയിൽ വൈദികരും അൽമായ മുന്നേറ്റവും ഒക്കെ ബസലിക്കയ്ക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ പാരമ്പര്യം അവർക്കുണ്ട്. അതുകൊണ്ട് ആ പ്രതിഷേധങ്ങൾ തുടരും. ഇതിനിടയിൽ സിനഡ് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ സിനഡ് പൂർത്തിയായ ശേഷം സിനഡിൽ നിന്ന് ചില നിർണായക തീരുമാനങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാകുന്നു. ഒരു പക്ഷേ ബോസ്കോ പുത്തൂർ അടക്കം ഉള്ള ആളുകൾ അത് മാറാൻ, ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഉറപ്പായിട്ടില്ല, അനൗദ്യോഗിക വാർത്ത മാത്രമാണ്, അത് സ്ഥിരീകരിച്ചിട്ടില്ല. സിനഡാണ് ഔദ്യോഗികമായി അതിൽ കുറിപ്പൊക്കെ ഇറക്കേണ്ടത്. അപ്പോൾ പുതിയൊരാൾ ആ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതും ഈ സമവായത്തിന്റെ ഭാഗമായി എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ മാത്രമായിരിക്കും ഈ അങ്കമാലി അതിരൂപതയിലെ ഈ അൽമായ മുന്നേറ്റവും വൈദിക സംരക്ഷണ സമിതിയും അതോടൊപ്പം ഈ ബിഷപ്പുമാരുമായുള്ള ഈ തർക്കങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് എത്തുക. അതല്ല എങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ബോസ്കോ പുത്തൂർ തുടരുകയും ജോഷി പൊതുവെ തുടരുകയും ഒക്കെ ആണെങ്കിൽ ഈ പ്രതിഷേധം ഇതേപോലെ തന്നെ തുടരും. ഒരു തരത്തിലുള്ള അയവും അൽമായ മുന്നേറ്റത്തിനോ അല്ലെങ്കിൽ സംരക്ഷണ സമിതിയോ. ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും ഒരു സംഘർഷ സാഹചര്യമാണ്. ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആ ചർച്ചയിലെ തീരുമാനമനുസരിച്ച് നിലപാട് എന്താണ് അൽമായ മുന്നേറ്റം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ്?